കൊച്ചിൻ ഗിന്നസിന്റെ ഏറ്റവും പുതിയ സ്റ്റേജ് ഷോ ഗിന്നസ് കോമഡി ടാക്കീസ്. നിരവധി സ്റ്റേജ് ഷോകളിലൂടെ ഗൾഫ് നാടുകളിലും ലോകമെമ്പാടും തന്നെയും ജനശ്രദ്ധ പിടിച്ചുപറ്റിയ അനുഗ്രഹീത കലാകാരൻ ഡോക്ടർ KS പ്രസാദ് നയിക്കുന്ന മെഗാ ഷോ. നിവേദ്യം എന്ന തന്റെ ആദ്യ ചിത്രത്തിൽ തന്നെ അപാരമായ അഭിനയ പാടവവും കാഴ്ചവെച്ച അഭിനേതാവ് വിനു മോഹൻ. നിത്യദാസ്, പറക്കും തളിക എന്ന ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ അതുല്യ നടി ദേവി ചന്ദന. മലയാള സിനിമാ സീരിയലുകളിലും ക്ലാസിക്കൽ സിനിമാറ്റിക് നൃത്തരംഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരി മുരളി ഗിന്നസ്, വിനോദ് മാനസി, ബിൽബിൻ ഗിന്നസ്, ഒട്ടനവധി വേദികളിലൂടെ ശ്രദ്ധേയനായ ഗായകൻ കിഷോർ വർമ്മ, ലിക്സി ചാക്കോ, നിരവധി വിദേശ പ്രോഗ്രാമുകളിലൂടെ പ്രശസ്തയായ കൊച്ചിൻ ഗിന്നസിന്റെ ഗായിക. ഞാൻ മഹിളാരത്ന റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി പാട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നപ്പം നിങ്ങൾ എന്തിനാ വീടിന്റെ പുറത്തിറങ്ങി നിന്നത്? ഞാൻ പുറത്തിറങ്ങി നിന്നതോ? എടി റോസക്കുട്ടി, അല്ലെങ്കിൽ ഞാൻ നിന്നെ തല്ലിയിട്ട് നീ കിടന്ന് കരയുകയാണെന്ന് നാട്ടുകാര് വിചാരിച്ചാലോ? ഓ, നിങ്ങളെ ഇന്ന് ഞാൻ പാട്ട് മാത്രമല്ല, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി, ഓട്ടംതുള്ളൽ, മോണോ ആക്ട്, ഇതിനൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അറിയാവോ? അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം. ആശാനെ, രാവണൻ 6 തലയുള്ളൂ ആശാനെ. ഇവിടെ ഇരിക്കുന്ന കൊച്ചു പിള്ളേർക്ക് വരെ രാവണന് 10 തലയുണ്ടെന്ന്. അതല്ല, രാവണന്റെ 6 തല നമ്മൾ ക്യാമ്പിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. ആണോ? എന്നാ നീ ഒരു കാര്യം ചെയ്യും, ആ കൊട്ടയ്ക്കകത്ത് ബ്രഹ്മാവിന്റെ 3 തല ഇരിപ്പുണ്ട്, ആ രാവണന്റെ തലയിടയ്ക്ക് കുത്തി കയറ്റി പോയി, അപ്പൊ എന്റെ കൂടെ ചേർത്ത് 10. അങ്ങനെ പാലപ്പൊടി അത് രക്ഷപ്പെട്ടു. നിങ്ങൾ തീർച്ചയായും വരണം. അളിയന്റെ പെങ്ങൾ ഗർഭിണിയായ സ്ഥിതിക്ക് എനിക്ക് ചെലവ് വേണം കേട്ടോ. എടോ, അതിനവള് വിവാഹം കഴിച്ചിട്ടില്ലെന്ന്. അതെ അളിയാ, നമ്മൾ ഈ പഞ്ചായത്ത് വാഴയാകുമ്പോ വെള്ളം ഒഴിക്കണ്ട, വളം ഇടണ്ട. അതതിന്റെ സമയമാകുമ്പോ താനെ അങ്ങ് കൊലിച്ചോളും. മാണിക്കല്ലിൻ മൂക്കുത്തി ചാർത്തും മുപ്പാരിനമ്മയല്ലേ. എന്താ നിങ്ങൾ കിടന്ന് തൊള്ള തുറക്കുന്നത്? ഇങ്ങനെ റിയാലിറ്റി പ്രാന്തുള്ള കുടുംബത്തേക്കാണല്ലോ എന്റെ കർത്താവേ എന്നെ കെട്ടിയെടുത്തത്. നിർത്തടി, ഈ റിയാലിറ്റി ഷോയൊക്കെ ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ, അതൊന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാവുകയല്ല. അയ്യടാ, ഞങ്ങളുടെ കുടുംബക്കാരത്ര മോശക്കാരൊന്നുമല്ല. എന്റെ അമ്മച്ചി നല്ല ഒന്നാന്തര എഴുത്തുകാരിയാ. അമ്മച്ചിയുടെ കഥ വല്ല നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പിന്നെ അതിപ്പോ എന്നാ വായിക്കാനാ? നിന്റെ തള്ളയുടെ കഥ നാട്ടി മൊത്തം പാട്ടല്ലേ. എന്താ പറഞ്ഞത്? നീ പോടി അവിടുന്ന്. വാച്ച് ഇറ്റ്. 100% guarantee. Don't miss it.